കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവപാദപ്പെടുത്തലായാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാനൊക്കെയും ദൈവം ശ്രമിക്കുവാനും ധ്യാനിക്കാനൊക്കെ ദൈവം ഒരവസരം ഒരുക്കി ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം കേൾക്കുവാനിടയായി. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന് ഇരിക്കുകയില്ല. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കി. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താനാണ് നമുക്കറിയാം. പക്ഷേ എങ്കിലും സകല അധികാരവും സകലത്തിൻ്റെ ഉടയനായ യഹോവയായ ദൈവം സകലതും നമ്മുടെ രക്ഷകനായ ക്രിസ്തുയേശുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിൻ്റെ അവസാനം നമ്മൾ നിർത്തിയത് അവസാനം നമ്മൾ നിർത്തിയത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്ര പ്രസാദകരമായിരിക്കും എന്നൊരു വാക്യമാണ് നമ്മൾ നിർത്തിയത്. അന്നേരം അത് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്കാണ് കർത്താവിന് പ്രസാദമായിട്ടുള്ളത്. അല്ലാതെ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരെയല്ല എന്നൊരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത്. അന്നേരം ഇന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ ദൈവത്തിൻ്റെ ഇഷ്ടം ആണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ദൈവ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ല അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ചില ചിന്തകൾ ഇന്ന് നമുക്ക് ഈ ദൈവ ഇഷ്ടം എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതിന് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38 മുതൽ ആക്ട്സ് chapter 2 verses 38 to 42. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കും. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഴ്ത്തതും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകാരും അവൻ
അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. ഇതിനകത്ത് ചില പോയിന്റ്സ് ആണ് ദൈവയിഷ്ടമായിട്ട് ഞാൻ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇതിന് മുൻപ് തന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി മാത്യു 28 വേഴ്സസ് 18-20 നമ്മുടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശു അടുത്തിരുന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ആലോചിച്ചു. ഈ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന്റെ ശേഷം ഗലീലയില് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണിത്. യേശു ഉയർത്തെഴുന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടിയത് വിശ്വാസികളെ അല്ല, ദൈവസഭയ്ക്ക് വേണ്ടിയത് വിശ്വാസികളെ അല്ല, ദൈവസഭയ്ക്ക് വേണ്ടിയത് ശിഷ്യന്മാരെയാണ് വേണ്ടിയത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ആരാധന കൂടാൻ വരുന്നവരെ അല്ല, ആരാധിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ക്രിസ്തു അവസാനം കൊടുത്ത ഇത് ഈ മാത്യു 28:18-20 ദിസ് ഈസ് ദി ലാസ്റ്റ് കമാൻഡ്മെന്റ് ഗിവൺ ബൈ ജീസസ് ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ. ഇതാണ് ലാസ്റ്റ് കമാൻഡ്മെന്റ് ആണിത്, അവസാനത്തെ കമാൻഡ്മെന്റ് ആണ് ഈ 18-20 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഗ്രേറ്റ് കമ്മീഷൻ, യേശു ക്രിസ്തുവിന്റെ ഗ്രേറ്റ് കമ്മീഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ശിഷ്യരാക്കുവാനുള്ള. അപ്പോൾ ശിഷ്യനാകുവാനുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ഡിസൈപ്പിൾഷിപ്പ് എങ്ങനെയാണ്, വാട്ട് ദിസ് ഈസ് ദി ക്വാളിഫിക്കേഷൻസ് ഫോർ ദി ഡിസൈപ്പിൾഷിപ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഇതിന് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചത് ചാപ്റ്റർ 2:38-42 ചില കാര്യങ്ങൾ 7 ബേസിക് ടീച്ചിങ്സ് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നതാണ് ഈ കാണുവാനായിട്ട് സാധിക്കുന്നത്. 7 ബേസിക് ടീച്ചിങ്സ് എങ്ങനെയാണ് ദൈവസഭ ആയിരിക്കേണ്ടത്, ദൈവസഭ എങ്ങനെയാണ് ശിഷ്യന്മാരായിരിക്കേണ്ടതെന്നുള്ള ആ ഒരു ബേസിക് ശിഷ്യന്മാരെയാണ് ദൈവസഭ ശിഷ്യന്മാരെ കൊണ്ടാണ് ദൈവസഭ പണിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബേസിക് ടീച്ചിങ്സ് 7 ടീച്ചിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ശിഷ്യന്മാരായിരിക്കേണ്ടത്, എങ്ങനെയാണ് അതാണ് ഇവിടെ ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതിയപ്പോൾ ദൈവസഭയ്ക്ക് കൊടുത്ത 7 ബേസിക് ടീച്ചിങ്സ് ആണ്. ഹൗ ദി ഡിസൈപ്പിൾസ് വുഡ് ബിക്കം ദി ഡിസൈപ്പിൾസ്, എങ്ങനെയാണ് ദൈവസഭ പണിയേണ്ടത്, എങ്ങനെയാണ് ദൈവസഭയിൽ ശിഷ്യന്മാരായിരിക്കണം എന്നുള്ള 5-6 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കാണുവാനായിട്ട് സാധിക്കും. പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യത്തെ ടീച്ചിങ്സ് നമുക്കിവിടെ കാണുവാനായിട്ട്, ഫസ്റ്റ് ടീച്ചിങ്സ് കാണുവാനായിട്ട് സാധിക്കും. മാനസാന്തരത്തെ കുറിച്ചാണ് ഇവിടെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. മാനസാന്തരം ആണ് നമുക്ക് ജീവിതത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടിയതാണ് മാനസാന്തരം. മാനസാന്തരത്തിൽ കൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ, ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, ഒരു രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ആദ്യമായിട്ട് ടീച്ചിങ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപങ്ങളുടെ മോചനം കിട്ടണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് മാനസാന്തരമാണ് രക്ഷയ്ക്ക് ഏറ്റവും ഉതകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പാപത്തിൽ നിന്നുള്ള ഒരു അന്തരം, പാപത്തിൽ നിന്നുള്ള ഒരു ടേണിംഗ് ബാക്ക് ആണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപം ദൈവിക നിയമത്തിന്റെ അതായത് ദൈവിക നിയമങ്ങളെ ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ബൈബിൾ പ്രകാരമുള്ള ഈ അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഒരു മാനസാന്തരം, ഒരു ടേണിംഗ് ബാക്ക് ആണ് ആദ്യം ഒരു ക്രിസ്തീയ വിശ്വാസി, അതായത് ശിഷ്യനാകേണ്ടതിൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാനസാന്തരമാണ്. ഈ മാനസാന്തരത്തിലൂടെയാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുമെന്നുള്ള കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കും. അപ്പോൾ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്കാണ് പിന്നീട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് സ്നാനം ഏൽക്കേണ്ടതായിട്ടുള്ളത്. സ്നാനം മീൻസ് സ്നാനമാണ്, വെള്ളത്താലുള്ള സ്നാനം.
അപ്പോൾ ഈ സ്നാനം ഏറ്റ് കഴിയുന്നവർ, പക്ഷേ മാനസാന്തരപ്പെട്ട് ഈ സ്നാനം ഏറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്നാനപ്പെട്ട് കഴിയുമ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. അപ്പോൾ മാനസാന്തര പാപങ്ങളുടെ മോചനത്തിനായി അപ്പോൾ പാപവും യേശു ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ല. അതിനിടയിൽ നിൽക്കുന്നതാണ് ഈ മാനസാന്തരം. ഈ മാനസാന്തരപ്പെട്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേരുന്നത്. അതിൻ്റെ ആധാരമായിട്ടാണ് നമ്മൾ സ്നാനപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ഈ സ്നാനപ്പെട്ടവർക്കാണ് അടുത്ത ഒരു ഗിഫ്റ്റ് ദൈവം കൊടുക്കുന്നത്, ആത്മസ്നാനം, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സ്നാനം പറയുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കുന്ന ഒരാൾക്ക് ജ്ഞാനസ്നാനം ഏറ്റ് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം അവിടെ കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ മാനസാന്തരം, സ്നാനം, 2 കാര്യങ്ങൾ പഠിച്ചു. മൂന്നാമത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം ലഭിക്കുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളവിടെ ബേസിക് ടീച്ചിങ്സിൽ കാണുവാനായിട്ട് സാധിക്കും. 39-ാമത്തെ വാക്യം, വേഴ്സസ് 39, വാഗ്ദാനം നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. 40-ാമത്തെ വേഴ്സസ് 40, മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞാലെ പ്രബോധിപ്പിച്ച് ഈ വാക്കുകളുടെ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും എന്ന് പറഞ്ഞു. അപ്പോൾ മാനസാന്തരപ്പെട്ടു, സ്നാനമേറ്റു, യേശുക്രിസ്തുവിനോട് ചേർന്നു നമ്മൾ രക്ഷിക്കപ്പെട്ടു. അവർക്ക് പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ രക്ഷിക്കപ്പെട്ടു. അവരെ അവൻ്റെ വാക്ക് കൈക്കൊണ്ടോ സ്നാനമേറ്റു. അവർ 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, അതാണ് അടുത്ത ഒരു ബേസിക് ടീച്ചിങ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം. Verses 42, steadfastly in the apostles' doctrines and fellowship. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, അടുത്തത് കൂട്ടായ്മ ആചരിച്ചും, അടുത്തത് അപ്പം നുറുക്കിയും, അടുത്തത് പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇങ്ങനെയാണ് 7 ബേസിക് ടീച്ചിങ്സ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കണ്ടു, പാപത്തിൽ നമ്മൾ വിടുതൽ നമ്മൾ കണ്ടു. പാപം ദൈവിക നിയമത്തിൽ നിന്ന് ഉള്ള ലംഘനത്തെയാണ് പാപം എന്ന് പറയുന്നത്. ഈ അധാർമിക പ്രവർത്തികൾ വിട്ട് തിരിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സാധിക്കുള്ളൂ. ഈ പാപത്തിൻ്റെ ഡെഫിനിഷൻസ് നമ്മൾ ഗലേഷ്യൻസിൽ 5:19 കാണുവാനായിട്ട് സാധിക്കും. ഗലേഷ്യൻസ് 5:19, വാട്ട് ഈസ് സിൻ? ഗലേഷ്യൻ 5:19, സിന്നിൻ്റെ ചില ഡെഫിനിഷൻസ് അവിടെ പറയുന്നുണ്ട്. ഗലേഷ്യൻ 5:19, ജഡത്തിന്റെ പ്രവൃത്തികളോ? അത് ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ബന്ധപക്ഷം, ഭിന്നത, അസൂയ. ഇതാണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സിന്നിനെ കുറിച്ചുള്ള ചില ഡെഫിനിഷൻസ് ആണ് അവിടെ പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ ആ സിന്നിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ നടന്നു. അതേപോലെ തന്നെ 5:20 അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ 5:22 വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. ഗലേഷ്യൻ തന്നെ 5:22. ആത്മാവിന്റെ ഫലമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അതാണ് നമ്മൾ മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള ഫലങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഈ മാനസാന്തരപ്പെടുക എന്നുള്ളതിൻ്റെ ആ ഒരു ഡെഫിനിഷൻസിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലവും, ഇത് 2 നമ്മൾ മനസ്സിലായെങ്കിൽ മാത്രമേ മാനസാന്തരം പൂർണ്ണമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന് ഈ പാപിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ക്രിസ്തുവിനോട് ചേരുവാൻ സാധിക്കില്ല. അതിനാണ് നമ്മൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ഈ ടീച്ചിങ്സ് നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ഇത് പക്ഷേ ഈ രക്ഷ എന്ന അവസ്ഥ വരെ നമ്മൾ എത്തി. പക്ഷേ ഈ രക്ഷ തന്നെ ഒരു ത്രികാല അനുഭവമാണ്. ഒരു മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്നൊരു മാനസാന്തരം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ്
രക്ഷ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ത്രികാല അനുഭവമാണ്. രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ അവസാനത്തിൽ മേഘപ്രത്യക്ഷതയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മാനസാന്തരം കൂടെ ഉണ്ട്. അന്നേരം 3 ടൈപ്സ് ഓഫ് ഈ സാൽവേഷൻ ഉണ്ട്, രക്ഷയുണ്ട്. ആദ്യം നമ്മൾ മാനസാന്തരത്തിൽ നിന്നുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു മാനസാന്തരം. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ആ ഒരു മാനസാന്തരമുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ വിടുതലിനെ പ്രാപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ വിടുതലിനെ പ്രാപിക്കും. അവസാനം നമ്മൾ ശരീരത്തിൻ്റെ ഒരു രക്ഷയുണ്ട്. അവസാന കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ 1 കൊരിന്ത്യൻ 15:52 ആ മേഘപ്രത്യക്ഷതയിലുള്ള ആ ഒരു രക്ഷിക്കപ്പെടൽ നമുക്ക് കാണുവാനായിട്ട് ശരീരത്തിൻ്റെ ഒരു മാനസാന്തരമുണ്ട് അവസാനം. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്ന ഒരു ത്രികാല അനുഭവമാണ്. 3 ടൈപ്പ് ഓഫ് രക്ഷയുണ്ട്. അതിൽ നമ്മൾ കണ്ടു. ആദ്യം നമ്മൾ ഹൃദയത്തിൻ്റെ രൂപാന്തരം, പിന്നീട് ഡെയിലിയുള്ള ലൈഫിലുള്ള രക്ഷിക്കപ്പെടൽ 2 കൊരിന്ത്യർ 3:18 നമ്മുടെ വിശുദ്ധീകരണം, ജീവിതത്തെ വിശുദ്ധീകരിച്ച് കൊണ്ടുപോവുക. പിന്നെ മൂന്നാമത് നമ്മുടെ ശരീരത്തിന് രക്ഷിക്കപ്പെടൽ, അത് മേഘപ്രത്യക്ഷതയിലാണ് 1 കൊരിന്ത്യർ 15:52 അത് കണ്ടു. പിന്നെ നമ്മൾ സ്നാനത്തെക്കുറിച്ച് ചില റെഫറൻസുകൾ വായിക്കാം. റോമൻസ് 6:3 വാട്ട് ഈസ് ബാപ്റ്റിസം? റോമൻസ് 6:3 എന്താണ് സ്നാനം? ചില റെഫറൻസുകൾ മാത്രം വായിക്കും. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്നെ അടുത്തൊരു സ്റ്റെപ്പാണ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ. യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ സ്നാനം എടുക്കുന്നവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതാണ് ആ സ്നാനത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് വരുന്നത്. യേശുക്രിസ്തുവിനോട് ചേരണമെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്ന് വിടുതൽ വേണം, ഒരു മാനസാന്തരം വേണം. എങ്കിൽ മാത്രമേ നമ്മൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഗലേഷ്യൻ 3:27 ഗലേഷ്യൻ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്നാനം യേശുക്രിസ്തുവിനോട് ചേരണം. യേശുക്രിസ്തുവിനോട് ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിനെ ധരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ യേശുക്രിസ്തുവിനെ ധരിക്കണമെങ്കിലാണ് മാനസാന്തരത്തിൻ്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനെ ധരിക്കണം. ഈ ശിഷ്യത്വത്തിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഫിലിപ്പിയൻ 2:5 വീണ്ടും നമുക്ക് കാണാം. ഫിലിപ്പിയർ 2:5 ഫിലിപ്പിയൻ 2:5 ക്രിസ്തുവേശിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതെ. അപ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്നാനപ്പെട്ട ഒരു വ്യക്തിയുടെ ആ ഒരു സ്റ്റെപ്പാണ് കാണുന്നത്. ആദ്യം നമ്മൾ യേശുക്രിസ്തുവിനോട് ചേർന്നു, പിന്നീട് യേശുക്രിസ്തുവിനെ ധരിച്ചു, പിന്നെ ക്രിസ്തുവേശിയുള്ള ഭാവം നമ്മളിലുണ്ടായി. ക്രിസ്തുവേശിയുള്ള ഭാവം എന്തൊക്കെയാണ്? സ്നേഹം, താഴ്മ, ക്ഷമ, ഇതൊക്കെയാണ് ക്രിസ്തുവേശിയുള്ള ഭാവം എന്ന് പറയുന്നത്. അതിന് റെഫറൻസുകൾ വരെ ഉണ്ട്. അതുപോലെ അപ്പോൾ ക്രിസ്തുവേശിയുള്ള ഭാവം വന്നതിന് ശേഷം നമ്മൾ പിന്നീട് അടുത്ത സ്റ്റെപ്പ് റോമൻസ് 6:3-4 യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അവനോട് പങ്കാളികളായി തീരുവാണ് നമ്മൾ അവസാനമായിട്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അവനെ ധരിച്ച് ക്രിസ്തുവേശുള്ള ഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. അവനോട് നമ്മൾ പങ്കാളികളായി ഒരുമിച്ച് ചേരുകയാണ്. ക്രിസ്തുവിനോട് ഒരുമിച്ച് ചേരണം സ്നാനത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ പങ്കാളികളായി തീർന്നെങ്കിൽ മാത്രമേ 2 കൊരിന്ത്യൻ 2:22 2 കൊരിന്ത്യൻ 2:22 1 കൊരിന്ത്യൻ 2:22 12 நாங்களோ உலகத்தின் ஆவியை பெறாமல் தேவனால் எங்களுக்கு அருளப்பட்டவைகளை அறியும்படிக்கு தேவனிடத்திலிருந்து புறப்படுகிற ஆவியை பெற்றோம்.
അപ്പോൾ ദൈവത്തിനുള്ള ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പങ്കാളികളായി തീരുമ്പോൾ നമ്മൾ ദൈവത്തിനുള്ള ആത്മാവിനെ പ്രാപിച്ചു. 1 Peter 3:21 നമുക്ക് കാണുവാനായിട്ട് നല്ല മനസ്സാക്ഷിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നാനമേറ്റിരിക്കുന്ന ഒരു വ്യക്തിയുടെ, യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തിയുടെ ക്വാളിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആ ഡേ ബൈ ഡേയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 1 Peter 3:21. അത് സ്നാനത്തിലെ ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയായുള്ള അപേക്ഷയായിട്ടത്രേ. അതെ, ദൈവത്തോടുള്ള നല്ല മനസാക്ഷി. അപ്പോൾ അത് നമ്മുടെ പ്രത്യേകതയാണ്. ഈ സ്നാനമേറ്റിരിക്കുന്നതിൻ്റെ വെറുതെ നമ്മൾ വെള്ളത്തിൽ പോയിട്ട് കാര്യമില്ല. ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്യാൻ നമ്മൾ പാസിസ്റ്റാണ് സ്നാനമേറ്റിരിക്കുന്നത്. കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. പെട്ടെന്നൊരു മാനസാന്തരപ്പെട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ നല്ല മനസാക്ഷിയുള്ളതായിരിക്കുവാനായിട്ട് സാധിക്കും. ഗലേഷ്യൻ തന്നെ 3:27 ക്രിസ്തുവിനെ ധരിക്കുവാൻ. ഗലേഷ്യൻ 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവിടെ അത് നമ്മൾ നേരത്തെ വായിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്നാനത്തെക്കുറിച്ചുള്ള ചില റെഫറൻസുകൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞ് അടുത്ത ടീച്ചിങ്സ് നമ്മൾ കാണുന്നത് പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ ഇത് ക്രിസ്തുവിനെ ധരിച്ചതിന് ശേഷം ഈ വക്രത രക്ഷിക്കപ്പെടുകയും അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട അവസ്ഥ വന്നു. അവൻ്റെ വാക്കുകൊണ്ട് സ്നാനം വെച്ചു. അവർ 3000-ഓളം പേരായിരുന്നു. അടുത്ത ടീച്ചിങ്സാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലന്മാരുടെ ഉപദേശം ദൈവം അവർക്ക് പകർന്നു കൊടുത്ത അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. പിന്നെ കൂട്ടായ്മ കാണിക്കുന്നത് അതേ ചിന്താഗതി ഉള്ളവരോട്ടാണ് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിക്കുന്ന ആൾക്കാരോട് ചേർന്നാണ് നമ്മൾ കൂട്ടായ്മ ഉണ്ടായിരിക്കണമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരോടല്ല കൂട്ടായ്മ നമ്മൾ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അവരുടെ കൂടെ, അതായത് നമ്മുടെ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ചർച്ചിൻ്റെ ഉപദേശങ്ങളാണ് നമ്മളെ കാണുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൂട്ടായ്മ കാണിച്ചും അപ്പം നുറുക്കിയും, നമ്മുടെ കർത്തൃമേശയെക്കുറിച്ചാണ് പറയുന്നത്, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ബേസിക് ടീച്ചിങ്സ്. ഈ ടീച്ചിങ്സ് ഈ റെഫറൻസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഠിച്ച 7 കാര്യങ്ങൾ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്യുവാണെങ്കിൽ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്, പിന്നീട് നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ കാണിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. ഈ 7 ടീച്ചിങ്സാണ് പുതിയ നിയമസഭയ്ക്ക് ശിഷ്യരാകുവാനായിട്ട് ദൈവം കൊടുത്തതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം അവസാനം നമ്മൾ വായിച്ചു. യേശു അടുത്ത സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ചും തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ ലാസ്റ്റ് കമാൻഡ്മെൻ്റ് ആണ് ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിലും അതേ റെഫറൻസുകൾ തന്നെയാണ്, അതേ കണ്ടന്റ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഈസ് ദി ബേസിക് 7 ടീച്ചിങ്സ് ഫോർ ദി ഡിസേബിൾഷിപ്പ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ വിശ്വാസം ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടിരിക്കുന്നത് നമ്മൾ ചില വാക്യങ്ങളുണ്ട്. ഈ സുവിശേഷം, അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ സുവിശേഷം ഘോഷിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒരു ഈ ശിഷ്യരായി കഴിഞ്ഞാൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? എന്താണ്? സുവിശേഷം പറയുക, സുവിശേഷം മറ്റുള്ളവരെ കേൾപ്പിക്കുക. എന്തുകൊണ്ടാണ്? വിശ്വാസം കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 16:15 കാണുവാനായിട്ട് സാധിക്കും. മാത്യു 16:15
എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സുവിശേഷം നമ്മൾ പ്രസംഗിക്കണം. ഈ മാനസാന്തരപ്പെട്ട് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന ഒരു ശിഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഒരു നവീകരണം ഉണ്ടാവാൻ, മറ്റുള്ളവർക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസിനെ വിളിച്ചിട്ട് യേശുക്രിസ്തു പറഞ്ഞു, എന്താ പറഞ്ഞേ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നിങ്ങൾ പത്രോസിനെ വിളിച്ചിട്ടാണ് യേശുക്രിസ്തു ഈ ദൈവസഭയുടെ പണിയെക്കുറിച്ച്, ദൈവസഭയുടെ താക്കോൽ ഏൽപ്പിച്ചായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പത്രോസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കറിയാം, പത്രോസ് ബേസിക്കലി ഒരു മുഖവനായിരുന്നു. യാതൊരു ക്വാളിഫിക്കേഷൻസോ ക്വാളിറ്റീസോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ വൈദ്യനായ ലൂക്കോസ് ഉണ്ടായിരുന്നു, മറ്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു. എങ്കിലും പത്രോസിനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. ദൈവസഭയുടെ താക്കോൽ പത്രോസിനെ ഏൽപ്പിച്ചായിട്ട് കാണാനായിട്ട് സാധിക്കും. പത്രോസിനെ കുറിച്ച് ഞാൻ വായിച്ചത്, പത്രോസിന് ബേസിക്കായിട്ട് നമ്പേഴ്സ് എണ്ണാൻ പോലും അറിയാത്തൊരു വ്യക്തിയായിരുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. പത്രോസ് മീൻ പിടിച്ചു കഴിഞ്ഞ് വല പിടിക്കാനായിട്ട് ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ മീൻ എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ഈ വല പിടിക്കാൻ വരുന്നവർക്കുണ്ട്. അത്രത്തോളം അറിവില്ലാത്തൊരു വ്യക്തിയായിരുന്നുവെന്ന് ഞാൻ ഒരു റെഫറൻസ് ഞാൻ വായിക്കുവാനായിട്ട്, പത്രോസ് അത്രത്തോളം വിദ്യാഭ്യാസമില്ലാത്തൊരു മനുഷ്യനെങ്കിലും ദൈവത്തിന് വേണ്ടി ശക്തിയായിട്ട് നിൽക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് പത്രോസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. ഈ മാനസാന്തരം ഉണ്ടായ ആ തീരുമാനം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റു പറയണം. അതാണ് ആ ശിഷ്യത്വത്തിൻ്റെ ആദ്യത്തെ. ഈ മാനസാന്തരം ഹൃദയത്തിൽ ഉണ്ടായാൽ മാത്രം പോരാ. മാനസാന്തരം ഒരു തീരുമാനമാണ്, ഡിസിഷനാണ്. ആ ഡിസിഷൻ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റു പറയാൻ കൂടെ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ശരിയായ വിശ്വാസമാണ് മാനസാന്തരത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മാനസാന്തരപ്പെടുകയുള്ളൂ. വിശ്വാസം നമ്മൾ കേട്ടു. വിശ്വാസം എന്നാണ് എന്തുവാ? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ദൈവവചനം കേട്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാനസാന്തരം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ശിഷ്യത്വത്തിൻ്റെ ആ സ്റ്റെപ്പുകളിലേക്ക് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എങ്കിൽ മാത്രമേ ശരിയായ വിശ്വാസമില്ലാത്ത ശരിയായ മാനസാന്തരമല്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മാനസാന്തരത്തിൻ്റെ ആ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ദൈവവചനത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം പൂർണ്ണമായെങ്കിൽ മാത്രമേ നമ്മൾ മാനസാന്തരപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, നോഹയുടെ കഥ നമുക്കറിയാം. നോഹയുടെ പെട്ടകം ഉണ്ടാക്കി, വലിയ ഭീമാകാരമായ 450 അടി നീളമുള്ള പെട്ടകം ഉണ്ടാക്കിയെങ്കിലും, നോഹ 100 വർഷം പ്രസംഗിച്ചെങ്കിലും ഈ പെട്ടകത്തിൽ എത്ര പേര് മാത്രമാണ് കയറിയത്? നോഹയും കുടുംബത്തിലുള്ള 8 പേര് മാത്രമാണ് നോഹയുടെ പെട്ടകത്തിൽ കയറിയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഈ മൃഗങ്ങളെ ഒന്നും ഉദ്ദേശിച്ചല്ല ഒരു പക്ഷെങ്കിൽ ദൈവം ഈ പെട്ടകത്തെ ഉണ്ടാക്കിയതെങ്കിലും അവസാനം നോഹയുടെ പെട്ടകത്തിൽ കയറുവാനായിട്ട് 8 പേർ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ പുതിയ നിയമത്തിൻ്റെ പെട്ടകം എന്ന് പറയുന്നത് സ്നാനമാണ്. ഈ സ്നാനത്തിൻ്റെ ആ പെട്ടകത്തിൽ കയറുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഈ നോഹയുടെ കാലത്ത് നോഹ ഉണ്ടാക്കിയ ആ പെട്ടകത്തിൽ കൂടെയാണ് ആ ഒരു തലമുറ 8 പേർ രക്ഷപ്പെട്ടതെങ്കിൽ, പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന പുതിയ നിയമ പെട്ടകമാണ് സ്നാനം എന്ന് പറയുന്നത്. ഈ സ്നാനത്തിൽ കൂടെ മാത്രമേ നമുക്ക് പുതിയ നിയമസഭയിൽ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് ഇടയാകത്തുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയ നിയമത്തിൽ ഈ പുതിയ നിയമ പെട്ടകത്തിൽ കൂടെ, രക്ഷയിൽ കൂടെയാണ് നമ്മൾ ബാപ്റ്റിസം ഇൻ ദി ഹോളി സ്പിരിറ്റ്, ആത്മസ്നാനം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1:33 കാണുവാൻ സാധിക്കും. ജോൺ 1:33. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആദ്യമേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ ഇവിടെ നമുക്ക് പശ്ചാത്തലം അറിയാം. സ്നാപകയോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ റെഫറൻസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന സ്നാനം ലഭിക്കുവാൻ, ഈ ആത്മാവിൻ്റെ സ്നാനം ലഭിക്കുവാൻ നമ്മൾ ഈ പുതിയ നിയമ പെട്ടകമാകുന്ന ഈ സ്നാനത്തിൽ കൂടെ, ജലസ്നാനത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഈ ആത്മസ്നാനം നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൽ വസിക്കണം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്നു പോയി ഇരിക്കുന്ന ഒരു രീതിയിൽ നമ്മളാണെങ്കിൽ മുന്നോട്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം. റിമെയിൻസ് ഓൺ ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോൺ 7:37 ജോൺ 7:37 பண்டிகையின் கடைசி நாளாகிய பிரதான நாளிலே இயேசு நின்று சத்தமிட்டு, ஒருவன் தாகமாய் இருந்தால் என்னிடத்தில் வந்து பானம் பண்ண கடவன். ഈ സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ചതിൻ്റെ പ്രത്യേകതയാണ്. ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ആ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കണം. വസിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നടക്കത്തുള്ളൂ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന ഒരു ജീവജലത്തിൻ്റെ നദികൾ ഈ പരിശുദ്ധാത്മാവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് സുവിശേഷം മറ്റുള്ളവർക്ക് പറയുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കത്തുള്ളൂ. സുവിശേഷം നമ്മളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവൻ താൻ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് അവൻ പറഞ്ഞത്, യേശു ഒന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായെങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു പോയതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ലിറ്ററലി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു ആളത്വമായിട്ട് നമ്മുടെ ഇടയിൽ വന്നത് യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജോൺ 7:39 കാണുന്നു, അന്ന് വരെ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പറയുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടായിരുന്നു, ലിറ്ററലി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും യേശുക്രിസ്തു ആ ഒരു ഡ്യൂട്ടിയൊക്കെ ചെയ്തു. പക്ഷേ യേശുക്രിസ്തു പോയതിന് ശേഷം യേശുക്രിസ്തു പോയപ്പോഴേ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ അയക്കും, ആ കാര്യസ്ഥൻ നിങ്ങളെ സകലത്തിനും വഴി നടത്തുമെന്ന് പറഞ്ഞു. അതാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളെ വന്നിട്ട് യേശുക്രിസ്തുവിന് പോയതിന് ശേഷം ആത്മാവ് വന്ന് നമ്മളെ സകലത്തിലും വഴി നടത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കണം. വസിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു നമ്മൾ ഒന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ നമ്മുടെ ആ ശിഷ്യത്വം കൊണ്ട് യാതൊരു പ്രയോജനം. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ശിഷ്യത്വത്തിൻ്റെ ആ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്ന ആ ഒരവസ്ഥ ഉണ്ടാകുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ വസിപ്പിക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും കരുതേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം, സുവിശേഷം എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സുവിശേഷം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു പോയെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മൾ സ്ഥിരമായിട്ട് വസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആ 7 ടീച്ചിങ്സ് റെഫർ ചെയ്തത്. അതുപോലെ ഇവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ആദ്യ കാലങ്ങളിൽ 1960s 1960-ലാണ് 1960-ൽ കർണാടകയിൽ ഒരു സ്ത്രീയാണ് പണ്ഡിത രമാഭായ്. 19th സെഞ്ച്വറിയിൽ കർണാടകയിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, പണ്ഡിത രമാഭായ്. ഈ പണ്ഡിത രമാഭായിയാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെയും ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന് ഒരു തുടക്കമിട്ടായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 1900-ൽ പുള്ളിക്കാരി ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. പണ്ഡിത രമാഭായി സരസ്വതി എന്ന സ്ത്രീ ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. വളരെ പട്ടിണിയും ഗതാഗതത്തിനും അവർ കഴിഞ്ഞെങ്കിലും അവർക്ക് വളരെ ഭക്തമായിട്ട് ജീവിച്ചിരുന്നെങ്കിലും അവർക്ക് ജീവിതത്തിൽ യാതൊരു സമാധാനമില്ലായിരുന്നു. അവസാനം ഈ പണ്ഡിത രമാഭായി ഒരുപാട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേഡിയായിരുന്നു. അവർ അമേരിക്കയിൽ പോവുകയും പഠിക്കുകയും അവരവിടെ നിന്ന് കർത്താവിനെ, ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയും അവരിവിടെ വന്ന് ഒരു ക്രിസ്തീയ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കും.
അവരാണ് ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം നമ്മുടെ ഇന്ത്യയിൽ തുടക്കമിട്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഈ പണ്ഡിത രമാഭായി കർണാടകത്തിലാണ് അവർ തുടക്കമിട്ടായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവർ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് 1960s അവർക്ക് വേണ്ടി ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയും അങ്ങനെ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അവരാണ് നമ്മുടെ വിശ്വാസത്തിൽ തുടക്കമിടുവാനായിട്ട് സാധിച്ചതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള ഒരു സ്ത്രീ, ഒരു ലേഡിയായിരുന്നു ഈ പണ്ഡിത രമാഭായി എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജനറൽ നോളജിന് വേണ്ടി. അപ്പോൾ ഇന്ന് പഠിച്ച ടീച്ചിങ്സ് നമ്മൾ ശരിയായിട്ടൊന്ന് പഠിക്കുകയും അതിന് പ്രകാരം ജീവിച്ച് നമ്മൾ ശിഷ്യരായെങ്കിൽ മാത്രമേ കർത്താവ് പറഞ്ഞ ആ ഒരു അൺഫിനിഷ്ഡ് വർക്ക് സുവിശേഷത്തിന് നമ്മൾ സാക്ഷികളാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കാണുവാനായിട്ട് സാധിക്കുന്നതായിട്ട് ഇടയാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കർത്താവെ എന്ന് വിളിക്കുന്ന ആരുമല്ല, ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവത്തിന് പ്രയോജനമുണ്ടാകുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടീച്ചിങ്സൊക്കെയും പഠിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ശിഷ്യരായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ദൈവ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ചെയ്യുവാൻ സാധിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. യോനയുടെ കഥ അറിയാം. ദൈവം പറഞ്ഞ ആ തിമിംഗലം അല്ലാതെ വേറെ ഏതെങ്കിലും മത്സ്യമായിരുന്നു യോനെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഒരു തിമിംഗലത്തെ കൽപ്പിച്ചാക്കിയെന്നാണ് ദൈവം യോനയെ എടുക്കുവാനായിട്ട് ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയതായിട്ടാണ് നമ്മൾ ആ കഥ അവിടെ വായിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവം പറഞ്ഞ ആ തിമിംഗലമല്ലാതെ വേറെ ഏതെങ്കിലും മത്സ്യമായതെങ്കിലും ഒരുപക്ഷെ യോന മരിച്ചു പോയത്. പക്ഷേ ദൈവം കൽപ്പിച്ച ആ മത്സ്യം തന്നെയാണ് യോനയെ വിഴുങ്ങിയതായിട്ടും യോന അവിടെ പോകുന്നതായിട്ടും കാണുവാനായിട്ട് നമുക്ക് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ആ കൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ തക്കോണം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ആ ഒരു മാനസാന്തരത്തിൻ്റെ സ്നാനം ഏൽക്കുവാൻ അനേകം പേർക്ക് ദൈവസഭയുടെ പണിയിൽ കൂടെ ദൈവരാജ്യത്തിന് പ്രയോജനകരമായി തീരുവാനും സാധിക്കുമെന്ന് നമുക്ക് ഈ ഇന്നത്തെ ഈ ടീച്ചിങ്സ് കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ശരിയായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഉപദേശങ്ങൾ അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് 2:38-41 നമ്മൾ ശരിയായിട്ടൊന്ന് വായിച്ച് നമ്മൾ ശിഷ്യത്വം പ്രാപിക്കേണ്ടതിൻ്റെ ആ ഒരു ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെസ്സേജ്